തൊഴിൽ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നത് സോൾഡാറ്റിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ചർച്ച ആരംഭിക്കുമ്പോൾ ഒരത്തർ മണം നമുക്ക് അനുഭവപ്പെട്ടിരുന്നു. ചർച്ച മുന്നോട്ട് പോയപ്പോൾ അത് വിയർപ്പിൻ്റെ ഗന്ധമായി മാറുന്നത് മനസ്സിലാക്കാൻ തീർച്ചയായും നമുക്ക് സാധിക്കുന്നുണ്ട്. പ്രവാസിയുടെ വിയർപ്പിൻ്റെ മണം നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകൾ അവർക്ക് ഉണ്ടാക്കി തീർക്കുന്ന ബാധ്യതകളിൽ നിന്ന് ഒരളവോളം അവരെ രക്ഷിച്ചെടുക്കാൻ തീർച്ചയായും കഴിയുമായിരുന്നു. പുതിയ കേരളത്തെ നിർമ്മിച്ചെടുക്കുന്നതിലും പുതിയ കേരളത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിലും വലുതായ പങ്കാണ് പ്രവാസികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. വിശേഷിച്ചും ഗൾഫ് നാടുകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിന് പുറത്ത് പോയി ജോലി ചെയ്യുന്നവരിൽ 70% ഗൾഫ് നാടുകളിലാണ്. വരുമാനത്തിൻ്റെ കേരളത്തിലേക്ക് ഒഴുകുന്ന, ഇന്ത്യയിലേക്ക് ഒഴുകുന്ന സമ്പത്തിൻ്റെ 86% ഗൾഫ് നാടുകളിൽ നിന്ന് തന്നെയാണ്. ഈ പ്രവാസ ജീവിതത്തിൻ്റെ ആർഭാടവും പകിട്ടുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ അവർ നമുക്ക് തന്നതാണ്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബൈക്ക് നമ്മൾ അവരോട് ചോദിച്ചു വാങ്ങിച്ചതാണ്. നമ്മൾ താമസിക്കുന്ന വീട് അവരുടേതാണ്. ജോലി ചെയ്യാതെ അലസമായ ഒരു ജീവിതത്തിലേക്ക് പോകാൻ നമ്മൾ പ്രേരിപ്പിച്ചത് അവർ നമുക്ക് വേണ്ടി അവിടെ ജീവിക്കുന്നു എന്നതാണ്. ഇതൊക്കെയും നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാസികൾ ഓരോ ഗൾഫ് നാടുകളിലും ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന നമ്മുടെ ഭരണാധികാരികൾ അല്ലെങ്കിൽ മന്ത്രിമാർ അവരോട് സംസാരിക്കുന്നത് ചിലയിടങ്ങളിലെങ്കിലും എനിക്ക് സാക്ഷിയാവാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിലേക്ക് അവർ നൽകിക്കൊണ്ടിരിക്കുന്ന വലിയ സമ്പത്തിനെ കുറിച്ച് വലിയ വായിൽ വർത്തമാനം പറഞ്ഞ് അവരെ സുഖിപ്പിച്ച് അവരെ സന്തോഷിപ്പിച്ച് പോരാനാണ് നമ്മുടെ മന്ത്രിമാർ ശ്രമിക്കാറുള്ളത്. ഭരണകൂടവും യഥാർത്ഥത്തിൽ ഈ ഗൾഫിൻ്റെ പകിട്ടും അതിൻ്റെ ഈ ആർഭാടത്വവും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളും അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇങ്ങനെ ആഘോഷിക്കാൻ നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും പ്രവാസി തന്നെയാണ്. പ്രവാസി നമ്മുടെ മുമ്പിൽ എപ്പോഴെങ്കിലും നാട്ടിൽ വരുമ്പോൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് ഏറ്റവും ആർഭാടമായ ജീവിതത്തോടു കൂടിയാണ്. അവനിലൂടെ തന്നെ നമ്മൾ അവൻ്റെ ഏറ്റവും ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്ന, ആഡംബരം നിറഞ്ഞ സുഖമായ ഒരു പ്രവാസ ജീവിതത്തെ വായിച്ചെടുക്കാൻ നമ്മൾ നിർബന്ധിതരാവുകയാണ്. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്ത് പ്രവാസിയുടെ ചില മൗനങ്ങളുണ്ട്, ചില നിശബ്ദതകളുണ്ട്. അങ്ങോട്ട് നമ്മൾ വിരൽ ചൂണ്ടുമ്പോൾ, അങ്ങോട്ട് നമ്മൾ ടോർച്ചടിച്ചു നോക്കുമ്പോൾ തീർച്ചയായും ആ മൗനങ്ങളിലും നിശബ്ദതകളിലും ദുഃഖമാണുള്ളത്, കൊടിയ പീഡനങ്ങളും പ്രയാസങ്ങളുമാണുള്ളത് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. നമ്മുടെ ഈ സന്തോഷവും നമ്മുടെ ഈ ആഘോഷവും കപടമാണ് എന്ന് അപ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, അവരുടെ വിയർപ്പിന്റെ ഗന്ധം അനുഭവിക്കാൻ, അവരുടെ അത്തറിന്റെ ഗന്ധം അനുഭവിക്കുന്നതിലേറെ നമുക്ക് സാധിക്കണം.
അവരുടെ ജീവിതത്തെ അപൂർവമായി പലരും ഒപ്പിയെടുത്ത് സമൂഹത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതും ഞാൻ പറയുന്നു ആഘോഷങ്ങളായിരുന്നു. ഒറ്റപ്പെട്ട ചില പ്രവാസികളുടെ ദുരന്തം നിറഞ്ഞ ദുരിതപൂർണമായ ജീവിതത്തെ ചില മീഡിയകൾ ഒപ്പിയെടുത്ത് സമൂഹത്തിന് പകർന്നു കൊടുത്തപ്പോൾ മീഡിയകൾ നമുക്കിടയിൽ ഉണ്ടാക്കിയ എല്ലാവിധ പ്രയാസങ്ങളെയും സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന അഭിമുഖീകരിച്ചിരിക്കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളെ ആഘോഷിക്കാൻ പാകത്തിൽ നമ്മുടെ മനസ്സിനെ മീഡിയകൾ പാകപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാസ ജീവിതത്തിന്റെ കൊടിയ ദുഃഖങ്ങൾ എപ്പോഴെങ്കിലും അവതരിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതും ആഘോഷിക്കപ്പെടുകയായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷെ എന്നിരുന്നാലും ചില ഇടപെടലുകൾ തീർച്ചയായും സമൂഹത്തിൽ ചില പ്രതികരണങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ബെന്യാമിന്റെ ആടുജീവിതം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ബെന്യാമിന്റെ ആടുജീവിതം ഇന്ന് ഓരോ മലയാളിയും നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് പറയാൻ സാധിക്കാത്തത് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നുവല്ലോ നജീബിലൂടെ എന്ന് ഇന്ന് പ്രവാസി ആടുജീവിതം നെഞ്ചേറ്റുന്നു. ഒട്ടും അതിശയോക്തി കലർത്താതെ, ഭാവന ഒട്ടും പകർന്നു കൊടുക്കാതെ ഒരു പ്രവാസിയുടെ പച്ചയായ ജീവിതം അങ്ങനെ കൂറിയിട്ടതാണ്, അതേപോലെ പകർത്തി വെച്ചതാണ് ആടുജീവിതം എന്ന നോവൽ. നിങ്ങളത് വായിച്ചിട്ടുണ്ടാകും. അത് വായിക്കാത്തവർ കുറവാണ്, അത്രയധികം അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരുപാട് ആളുകൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ആടുജീവിതമാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആർഭാടപ്രമത്തമായ ഈ കാഴ്ചയല്ല യഥാർത്ഥത്തിൽ നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതം എന്നത്. അത് ആരംഭിക്കുന്നത് വിസയിൽ നിന്ന് തന്നെ ആരംഭിക്കുകയാണ്. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ അവിടെ 1000 റിയാൽ ശമ്പളം കിട്ടുന്നു എന്ന് കേൾക്കുമ്പോൾ അത് ഇവിടുത്തെ 12,000 രൂപയാണ് എന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ആ 12,000 രൂപ എങ്ങനെ എനിക്ക് കിട്ടും എന്നതിനെ കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ട് ഗൾഫുകാരൻ ഇവിടെ കെട്ടിപ്പടുക്കുന്ന ആർഭാടത്തിന്റെ ചില അടയാളങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഒന്നും ആലോചിക്കാതെ വിദേശത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നവരാണ് മലയാളികൾ. അവിടെ വെച്ച് അവന്റെ ദുരിതം ആരംഭിക്കുകയാണ്. ഏത് വിസയിലാണ് അദ്ദേഹം പുറത്തേക്ക് പോകുന്നത്? എന്താണ് ഇദ്ദേഹത്തിന്റെ വിസ? വിദ്യാഭ്യാസമില്ലായ്മ മാത്രമല്ല പ്രശ്നം, നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും വിസയെക്കുറിച്ച് പഠിക്കുന്നില്ല. എൻ്റെ അടുത്ത് ഖത്തറിലുള്ള സന്ദർഭത്തിൽ എൻ്റെ അടുത്ത് നല്ല വിദ്യാഭ്യാസമുള്ള, അദ്ദേഹത്തിന് നല്ല ജോലി സാധ്യതയുമുണ്ട്, അദ്ദേഹം എന്നോട് വന്നിട്ട് സ്വകാര്യമായിട്ട് ചോദിച്ചു, എന്താണ് ഈ സെക്സ് വിസ എന്ന് പറഞ്ഞാൽ? ആദ്യം എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹത്തിന് വിസ എന്താണെന്ന് അറിയില്ല. അറബിയിൽ ഷക്സ് വിസ എന്നാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചുവല്ലോ, വ്യക്തികൾ സ്പോൺസറായിട്ട് ഉള്ള വിസയെക്കുറിച്ച്. അപ്പോൾ വിസ എന്താണെന്ന് അറിയില്ല. അപ്പൊ അദ്ദേഹം ഒരു അത്ഭുതത്തോടു കൂടി ചോദിച്ചതാണ്, ഇതേതാണ് വിസ? വ്യാജ വിസകളുണ്ട്, അന്വേഷിച്ചാൽ പോലും കണ്ടെത്താൻ സാധ്യമല്ല. കാരണം കൃത്യമായ കമ്പനികൾ, ആ കമ്പനികൾക്ക് അനുവദിച്ചു തന്ന വിസ പോലെ തന്നെ വിസകൾ വരുന്നുണ്ട്. കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാർ കമ്പനിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കമ്പനിയുടെ പേരിൽ ഇല്ലാത്ത വിസകൾ ഉണ്ടാക്കിയെടുത്ത് ധാരാളം ആളുകളെ 2 ലക്ഷവും 3 ലക്ഷവും ഒക്കെ വാങ്ങി ഇവിടുന്ന് വിദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ മാത്രമാണ് അറിയുന്നത്, ഞങ്ങൾ സ്വപ്നം കണ്ടതല്ലല്ലോ ഗൾഫ്. ഒരിക്കലും അവർക്ക് ജീവിക്കാൻ കഴിയില്ല, ജോലി ലഭിക്കുകയില്ല. കാരണം വിസ നിയമം അത്രത്തോളം സ്ട്രിക്റ്റാണ്. അപ്പൊ ഖത്തറിൽ എനിക്കറിയാം, ഒരു കമ്പനി വിസ എടുത്ത് വരുന്ന ഒരാളോട് ആരും ഉപദേശിച്ചു കൊടുക്കുന്നില്ല, ഈ കമ്പനിയുടെ വിസയിൽ താങ്കൾ ഗൾഫിൽ വന്നാൽ 1 വർഷം കഴിഞ്ഞിട്ടേ താങ്കൾക്ക് ജോലി കിട്ടൂ എന്ന് ആരും ഉപദേശിച്ചു കൊടുക്കാറില്ല. അവിടെ ചെന്ന് കയറി പിറ്റേ ദിവസം ജോലി കിട്ടും. കാരണം പല കമ്പനികളും വിസ മാത്രമാണ് വിൽപ്പന നടത്തുന്നത്, ജോലി കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള കടലാസ് കമ്പനികൾ ധാരാളം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. രജിസ്റ്റേർഡ് ആയിരിക്കും, അംഗീകാരമുണ്ടായിരിക്കും, അവർ വിസ കൊടുക്കും. പക്ഷേ ആ കമ്പനികൾ ശരിക്കും പ്രവർത്തിക്കാത്തത് കൊണ്ട് അവർക്ക് ജോലിയില്ല, വിസ മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെല്ലുന്ന ഒരാൾ പിറ്റേ ദിവസം മുതൽ എല്ലാ ഇന്റർവ്യൂകളും പങ്കെടുത്തുകൊണ്ടിരിക്കും. പലതിലും പാസ്സാകും. പാസ്സായാൽ ചോദിക്കും, വിസയുണ്ടോ എന്ന് ചോദിക്കും. വിസയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഉത്തരവില്ല. കാരണം
അവിടെ ഖത്തറിലെ നിയമം അനുസരിച്ച് എനിക്കറിയാം, 1 വർഷം കഴിയുമ്പോൾ മാത്രമേ വിസ ചേഞ്ച് കൊടുക്കണമെങ്കിൽ 2 വർഷം പൂർത്തിയാവണം. 1 വർഷം കഴിയുമ്പോൾ മാത്രമേ ഒരു കമ്പനിക്ക് NOC കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാലം 1 വർഷം എവിടെയെങ്കിലും ജോലി ചെയ്യുമെങ്കിൽ ആ ജോലി മറ്റുള്ളവർ, അതായത് പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ജോലി ചെയ്യണം. ജോലി കൊടുക്കാൻ ആരും തയ്യാറാവുകയില്ല. കാരണം പിടിക്കപ്പെട്ടാൽ ആരാണ് ആ ജോലി കൊടുത്തത് 20,000 റിയാൽ അവർക്ക് ഫൈനാണ്. ആരുടേതാണോ ഈ വിസ ആ കമ്പനി 20,000 റിയാൽ കൊടുക്കണം. ആരാണോ ജോലിക്ക് നിന്നത് അദ്ദേഹം 10,000 റിയാൽ കൊടുക്കണം. 50,000 റിയാൽ ഫൈൻ കെട്ടണം. ഫലം എന്താണ്? ആരും ഫൈൻ കെട്ടുകയില്ല, ഇദ്ദേഹം നേരെ ജയിലിലേക്ക് പോവുകയാണ്. അങ്ങനെ 1 വർഷം എന്താണ് ഇദ്ദേഹത്തിന് ജോലിയില്ല. താമസിക്കണമെങ്കിൽ എത്രയാണ്? 1000 റിയാൽ എന്ന് പറയുമ്പോൾ 12,000 രൂപ എന്ന് കണക്കൂട്ടുമ്പോൾ 300 റിയാൽ മുതൽ 700 റിയാൽ വരെ ഒരു ബെഡ് പ്ലേസിന് ഖത്തറിൽ വാടക കൊടുക്കണം. ഒരു ബെഡ് പ്ലേസിന് 300 റിയാൽ മുതൽ 700 റിയാൽ വരെ, 8,000 രൂപ വരെ ഒരു ബെഡ് പ്ലേസിന് റെന്റ് കൊടുക്കണം. 300 റിയാൽ ഭക്ഷണത്തിന് വരും. 1000 റിയാൽ ശമ്പളമുള്ള ഒരാൾക്ക് എത്രയുണ്ടാകും മിച്ചം? പക്ഷെ അത്ര ചിന്തിക്കാറില്ല, ആലോചിക്കാറില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് വ്യാജ വിസയിൽ നിന്ന് ആരംഭിക്കുന്നതാണ് ഗൾഫുകാരന്റെ ദുരിത ജീവിതം എന്ന് പറയുന്നത്. അവിടുന്ന് ആരംഭിക്കുന്നതാണ്, അത് അവസാനം വരെയും തുടർന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന് അവിടെ സൂചിപ്പിച്ചു, സ്പോൺസർഷിപ്പ് അടിമത്ത സമ്പ്രദായമാണ്. ലോകത്തുള്ള അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും ഏജൻസികളും ശക്തമായി പ്രതിഷേധം അറിയിച്ച, നിശ്ചിതമായി വിമർശിച്ച കാര്യമാണ് അറബ് നാടുകളിൽ നിൽക്കുന്ന സ്പോൺസർഷിപ്പ് സംവിധാനം. അവരതിന്റെ ഒരുപാട് നേട്ടങ്ങൾ പറയുന്നുണ്ട്. വിദേശിക്ക് സുരക്ഷിതത്വം കിട്ടുന്നു ഇതിലൂടെ എന്ന്. പക്ഷേ നമുക്കറിയാം, ഒരു സുരക്ഷിതത്വവുമില്ല. ഈ സമ്പ്രദായത്തിലൂടെ അത് കമ്പനിയുടെ വിസയാണെങ്കിൽ കമ്പനിയുടെ അടിമയായി പോവുകയാണ്. എന്നാണോ അവിടെ എത്തുന്നത് അന്ന് പാസ്പോർട്ട് അവിടെ ഏൽപ്പിച്ചു കൊടുക്കണം. വ്യക്തിക്കാണെങ്കിൽ വ്യക്തിക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ഇദ്ദേഹത്തിന് അതിനപ്പുറത്തൊരു ഉയർന്ന ജോലിയിലേക്ക് പോകാൻ സാധ്യമല്ല. ജോലിയിലേക്ക് പോകാൻ സാധിക്കണമെങ്കിൽ 1 വർഷം കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞാലും അദ്ദേഹത്തിന് വിസ ചേഞ്ച് കൊടുക്കാൻ തയ്യാറായാൽ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഉയർന്ന ജോലി ആവശ്യപ്പെടുമ്പോൾ വിസ കൊടുത്ത കമ്പനി ഒരിക്കലും അത് അനുവദിക്കുകയില്ല. താങ്കൾ നാട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് ഉടനെ എക്സിറ്റ് അടിച്ച് അദ്ദേഹത്തെ നാട്ടിലേക്ക് പറഞ്ഞയക്കും. ആ നാട്ടിലേക്ക് പിന്നീട് തിരിച്ചു വരണമെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ടേ പിന്നീട് അങ്ങോട്ട് പ്രവേശനം ഉണ്ടാവുകയുള്ളൂ. അത്ര സങ്കീർണമായ വിസ സംവിധാനങ്ങളും നിയമങ്ങളും ഉണ്ട്. ഈ സ്പോൺസർഷിപ്പ് അടിമത്ത സമ്പ്രദായം തന്നെയാണ്, തീർച്ചയായിട്ടും വിമർശിക്കപ്പെടേണ്ടതാണ്. പണ്ട് കാലത്ത് അറബ് നാടുകളിൽ നിലനിന്നിരുന്ന, ഇസ്ലാമിന്റെ മുമ്പ് വളരെ ശക്തമായിട്ട് നിലനിന്നിരുന്നതിന്റെ ഒരു ആധുനിക രീതിയാണ് ഇത് എന്ന് ഇതിനോട് അടുത്ത് ഇടപഴകുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അത് കമ്പനിയായാലും ശരി, അത് വ്യക്തിയായാലും ശരി, ഇതിന്റെ കീഴിലാണ് സകലമാന പീഡനങ്ങളും സകലമാന ദുരന്തങ്ങളും അനുഭവിക്കേണ്ടതായി പ്രവാസികൾക്ക് വരുന്നത് എന്ന് കാണാവുന്നതാണ്. എക്സിറ്റ്, നമുക്ക് അവിടുന്ന് പുറത്തേക്ക് വരണമെങ്കിൽ വരെ ഈ വിസ ഓണറുടെ പ്രത്യേകമായ അനുമതി ഉണ്ടാവണം. സ്വതന്ത്രമായ യാത്ര പോലും യഥാർത്ഥത്തിൽ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. മർമ്മപ്രധാനമായ പ്രശ്നം നമ്മുടെ വിദ്യാഭ്യാസം, നമുക്ക് വിസ സംബന്ധമായും അതേപോലെ തന്നെ നമ്മൾ ചെന്നു ചേരുന്ന രാജ്യങ്ങളുടെ നിയമങ്ങളെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ ഇല്ല എന്നുള്ളതാണ്. കൃത്യമായ വിവരങ്ങൾ യഥാർത്ഥത്തിൽ നൽകുകയും ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്രയധികം ഒരു 38,000 കോടി രൂപ ഒരു വർഷത്തിൽ നമ്മുടെ നാടിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന, കേരളത്തിലാണെങ്കിൽ 22,000 കോടി രൂപ ഒരു വർഷത്തിൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഗൾഫുകാരൻ, അവൻ കൃത്യമായി ഗൾഫിൽ ചെന്ന് ജോലി ചെയ്യാൻ പ്രാപ്തമാവും വിധം അവനെ പ്രാപ്തമാക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാവുകയും പരിശീലനം കൊടുത്തുകൊണ്ട് അതിന് സർട്ടിഫിക്കറ്റ് നിശ്ചയിക്കുകയും അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടി ഉള്ളവർക്ക് മാത്രമേ ഗൾഫിലേക്ക് പോകാൻ സാധിക്കൂ. ഇങ്ങനെയുള്ള പരിഹാര മാർഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രാപ്തരായ, അവിടെ പോയി ചതിക്കപ്പെടാതെ, വഞ്ചിക്കപ്പെടാതെ, ദുരന്തങ്ങളിലേക്ക് എടുത്തെറിയപ്പെടാതെ മാന്യമായ ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന വിധം സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ പക്ഷേ ഇതുവരെ നമ്മുടെ ഗവൺമെന്റുകളോ സർക്കാരുകളോ ഒന്നും തന്നെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഫിലിപ്പൈനുകളെ കുറിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഫിലിപ്പൈനുകൾ യഥാർത്ഥത്തിൽ അവർക്ക് നല്ല പരിശീലനം കൊടുത്തതിന് ശേഷമാണ് അവരെ പറഞ്ഞയക്കുന്നത്. അതേപോലെ തന്നെ അറബ് നാടുകളുമായി അവരുടെ ഉഭയകക്ഷി ബന്ധം നമ്മുടെ രാജ്യത്തേക്കാളും എത്രയോ മനോഹരവും എത്രയോ ദൃഢവും എത്രയോ സുതാര്യവുമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ തൊഴിൽ രംഗത്ത് നമ്മൾ കാണുന്നത് 20% അല്ലെങ്കിൽ 10%, 20% മാത്രമാണ് ഏറ്റവും ഉയർന്ന തൊഴിലുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ഉയർന്ന ജോലി ചെയ്യുന്നവർക്ക് കുടുംബസമേതം ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കും. 1 മണിക്കൂർ അവർ അധികം ജോലി ചെയ്താൽ അതിന് പ്രത്യേകമായ ശമ്പളം ഉണ്ടായിരിക്കും. അതേ സന്ദർഭത്തിൽ ഗൾഫ് നാടുകളിൽ മറ്റു നിർമ്മാണ പ്രവർത്തന
പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിദഗ്ധരല്ലാത്ത അവിദഗ്ധ തൊഴിലാളികൾ, അതാണ് കേരളത്തിൽ നിന്ന് പോകുന്ന പ്രവാസികളിൽ 70% ഉള്ളത്. അതാണ് അങ്ങനെയുള്ള അവിദഗ്ധ തൊഴിലാളികൾ, ഏറ്റവും അധികം കഷ്ടപ്പെടുന്നവർ. ഓരോ അറബ് നാടുകളെയും യഥാർത്ഥത്തിൽ വികസനത്തിന്റെ പാതയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നവർ, അവിടെയുള്ള എല്ലാ നിർമ്മാണ പ്രക്രിയകളിലും ശരിയായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ 70% വരുന്ന അവിദഗ്ധ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം 1 മണിക്കൂർ അധികം ജോലി ചെയ്താൽ അതിന് പ്രത്യേകമായ ശമ്പളം അവർക്ക് അനുവദിക്കപ്പെടാറില്ല. പ്രത്യേകമായ കുടുംബസമേതം ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവാറില്ല. ഏറ്റവും കുറഞ്ഞ ശമ്പളം അത് 600 റിയാൽ മുതൽ 1500 റിയാൽ വരെയുള്ള ശമ്പളമാണ്. അത് സൗദിയിൽ ഒരു പക്ഷേ വലിയ പ്രശ്നമാവണമെന്നില്ല, കാരണം സൗദിയിൽ ജീവിത നിലവാരം അത്ര ചെലവ് കൂടിയതല്ല. പക്ഷേ UAE-യിലും ഖത്തറിലേക്കുമൊക്കെ വരുമ്പോൾ ജീവിത നിലവാരം വളരെ ചെലവ് കൂടിയതാണ്, താങ്ങാവുന്നതല്ല. 600 റിയാൽ മുതൽ അത് ഏകദേശം 1500 റിയാൽ വരെ, ഇതിന്റെ ഇടയിലാണ് ഇത്തരം 70% വരുന്ന അവിദഗ്ധ തൊഴിലാളികൾ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഏറ്റവും അധികം പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. വീട്ടു വേലക്കാര്, അതേപോലെ തന്നെ ഡ്രൈവർമാർ, തോട്ടം തൊഴിലാളികൾ, പാചകക്കാര്, പരിചാരകര്, കെട്ടിട തൊഴിലാളികൾ, ഫാമുകളിൽ, വിദൂരങ്ങളിൽ, മരുഭൂമികളിൽ മനുഷ്യന്മാരില്ലാത്തടുത്ത് കൊണ്ടുപോയി തള്ളപ്പെടുന്ന, ബിന്യാമിന്റെ ആടുജീവിതത്തിലൊക്കെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ തള്ളപ്പെടുന്ന, ആരോരുമില്ലാത്തടുത്ത് കൊണ്ടുപോയി തള്ളപ്പെടുന്ന, ഫാമുകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ടവർ, ഇവരാണ് ഏറ്റവും അധികം പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടുജോലികളിൽ ഏർപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്പോൺസർമാരുടെ ആട്ടും തുപ്പുമേറ്റുകൊണ്ടാണ് അവർ കഴിഞ്ഞുകൂടുന്നത്. പലരും അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നവരെ രക്ഷിച്ചെടുക്കാൻ ആവശ്യമായ ചില നിയമങ്ങളൊക്കെ അതാത് രാജ്യങ്ങൾ ഉണ്ടെങ്കിലും ആ നിയമങ്ങളെ ഒരിക്കലും തന്നെ ഒരു പ്രവാസിക്ക് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത വിധം വീടുകളിൽ ഇവർ ഒറ്റപ്പെട്ട് കിടക്കുന്നു. ഇനി ഏതെങ്കിലും മനുഷ്യാവകാശ സംഘടനകളോ അതല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളോ മലയാളി സംഘടനകളോ ഇത് അന്വേഷിച്ച് കണ്ടെത്തിയാൽ തന്നെ നിയമപരമായ വഴികളിലൂടെ അവരെ സംരക്ഷിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. അത് പ്രവാസികൾ എന്ന നിലക്ക്, വിദേശികൾ എന്ന നിലക്ക് അതിൻ്റെതായ പ്രതിസന്ധികൾ അവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. തന്നെയുമല്ല, നമ്മുടെ എംബസികളിൽ നിന്നും മറ്റും ആവശ്യമായ സഹായ സഹകരണങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ കിട്ടാറുമില്ല. ഏത് പ്രശ്നങ്ങൾ എംബസികളിൽ പോയി ഉന്നയിച്ചാലും അവർ ആ നിയമത്തിന്റെ ഭാഷയിൽ അവർ സംസാരിക്കും. ഇത് 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഇത് നിയമവിരുദ്ധമായ ഒരു സംഗതിയാണ് നടന്നിരിക്കുന്നത്, അതിൽ നമുക്ക് ഇടപെടാൻ പറ്റുകയില്ല എന്ന ചില സാങ്കേതികത്വങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെയും തന്നെ സഹായിക്കപ്പെടാത്ത സാഹചര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവാറുള്ളത്. വീട്ടുജോലിയാണ് ഏറ്റവും അധികം പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മേഖല. മറ്റൊന്ന്, ഡ്രൈവർമാരെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. 600 മുതൽ 1500 റിയാൽ വരെയൊക്കെ ശമ്പളം വാങ്ങുന്ന ഡ്രൈവർമാർ അവരുടെ കമ്പനിക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സിഗ്നൽ മുറിച്ചു കടക്കുന്നിടത്ത് ചെറിയ ഒരു ട്രാഫിക് പ്രശ്നം വന്നാൽ, ഒരു അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫൈൻ വീഴുന്നത് 100 റിയാൽ 1000 റിയാൽ മുതൽ 6000 റിയാൽ വരെയാണ്. ഒരു മെയിൻ സിഗ്നൽ മുറിച്ചു കടന്നാൽ 6000 റിയാൽ വരെ ഫൈൻ വരുമ്പോൾ എങ്ങനെയാണ് 600 റിയാൽ മുതൽ 1500 റിയാൽ വരെ ശമ്പളമുള്ള ഒരാളത് എങ്ങനെയാണ് കൊടുക്കുക? അയാളെ കൊണ്ട് ഇത് കമ്പനി കൊടുപ്പിക്കും എന്നുള്ളതാണ്. ഓരോ മാസവും ഈ ചെറിയ ശമ്പളത്തിൽ നിന്ന് കൃത്യമായി വെട്ടിച്ചുരുക്കി അങ്ങനെ ഈ 6000 റിയാല് കമ്പനി അടക്കുകയും ഈ ജോലിക്കാരനിൽ നിന്ന്, ഈ തൊഴിലാളിയിൽ നിന്ന് ഈടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ആ ഫാമുകളിൽ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഈ വിസ ഏത് വിസയാണെന്നറിയാതെ അവിടെ എത്തിപ്പെട്ടതിന് ശേഷം എയർപോർട്ടിൽ നിന്ന് വിസ ഓണർ ഏറ്റുവാങ്ങി മരുഭൂമിയിലെ ഏതോ മൂലയിൽ കൊണ്ടുപോയി തള്ളുകയാണ് ചില ആട് ഫാമുകളിൽ, അല്ലെങ്കിൽ ഒട്ടകങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്നവർ. അവിടെ ആടുകളെ പോലെ തന്നെ അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറം ലോകവുമായി ബന്ധപ്പെടാൻ അവർക്ക് സാധ്യമല്ല. ബന്ധപ്പെടാനുള്ള എല്ലാ സാധ്യതകളും അവർക്ക് നിഷേധിച്ചിരിക്കുകയാണ്. അങ്ങോട്ട് അവർക്ക് പ്രവേശനമില്ല. അങ്ങനെ സ്വന്തം കുടുംബവുമായും നാടുമായും തങ്ങളോടൊപ്പം വന്നിറങ്ങിയ കൂട്ടത്തിൽ ഒന്നിച്ചെന്ന് വിചാരിച്ച് സമാധാനിക്കാൻ പറ്റുന്ന അയൽപക്കത്തു നിന്നും നാട്ടിൽ നിന്നുമുള്ള തങ്ങളോടൊപ്പമുള്ള ആളുകൾ വരെ തങ്ങളോടൊപ്പം ഇല്ലാതെ കേവലം ഉണങ്ങിയ റൊട്ടിയും ഈ ആടുകളുടെ പാലും മാത്രം കുടിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ധാരാളം ആളുകളുണ്ട്. എപ്പോഴെങ്കിലും വഴിയറിഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടുമ്പോൾ മാത്രമേ അവർക്ക് പുറത്തു ചാടാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴും ജയിലിൽ വന്ന് കുറച്ചു കാലം കടന്ന് അങ്ങനെ സ്പോൺസറിൽ നിന്ന് പാസ്പോർട്ട് സംഘടിപ്പിച്ച് പിന്നീട് എംബസിയുടെ സഹായത്തോടുകൂടി നാട്ടിലെത്തണമെങ്കിൽ വീണ്ടും അതിന്റെ സാങ്കേതിക കുരുക്കുകളിലൂടെ 2-3 മാസം പിന്നെയും എടുക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. ചില പോയിന്റ്സുകൾ പറഞ്ഞു പോവുകയാണ്. 33 പേജ് വരുന്ന ഒരു പ്രബന്ധമാണ് എന്റെ കയ്യിലുള്ളത്. അതിന്റെ ചെറിയ നോട്ട്സുകൾ മാത്രം പറഞ്ഞുകൊണ്ട് പോവുകയാണ്. മറ്റൊന്ന്, ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ക്യാമ്പുകൾ, ലേബർ ക്യാമ്പുകൾ, ദുബായിലെ ചില ലേബർ ക്യാമ്പുകൾ സോളിഡാരിറ്റിയുടെ തന്നെ ആവശ്യം അനുസരിച്ചുകൊണ്ട്
ഞാൻ സന്ദർശിക്കാൻ എനിക്ക് അവസരം കിട്ടുകയുണ്ടായി. 2-3 ക്യാമ്പുകൾ സന്ദർശിച്ചിരുന്നു. യഥാർത്ഥത്തിൽ വളരെ നേരത്തെ ഇവിടെ ബാച്ചിലേഴ്സ് ക്യൂ നിൽക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഒരു റൂമിൽ ഒരു റൂമിൽ 4 പേർക്ക് കിടക്കാൻ പറ്റുന്ന, സാധാരണഗതിയിൽ 4 പേർക്ക് കിടക്കാൻ പറ്റുന്ന ഒരു റൂമിൽ 10 മുതൽ 14 പേരെ വരെയാണ് അവർ താമസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിലേറെ അട്ടിക്കട്ടിക്കിട്ടുകൊണ്ട് ഇങ്ങനെ ആ രീതിയിൽ കട്ടിലുകൾ സംവിധാനിച്ചുകൊണ്ട് അവരെ അന്തി ഉറക്കുമ്പോൾ രാവിലെ 8 മണിക്ക് അവർക്ക് സൈറ്റിലേക്ക് എത്തേണ്ടതുണ്ട്. ഈ തൊഴിലാളികൾക്ക് ഒരു റൂമിലുള്ളത് 14 പേരാണ്. അവർക്കുള്ളത് ഒരൊറ്റ ടോയ്ലറ്റും ബാത്റൂമും അതിനോട് അറ്റാച്ച് ആയിട്ടുണ്ട്. അങ്ങനെ ഇവർ 8 മണിക്കാണ് എവിടെയാണോ തൊഴിൽ ചെയ്യേണ്ടത് അവിടെ എത്തേണ്ടത്. അതുകൊണ്ട് ഇവർ 6 മണിക്ക് തന്നെ കമ്പനിയുടെ ബസ്സിൽ യാത്ര ആരംഭിച്ചിരിക്കണം. അങ്ങനെ യാത്ര ആരംഭിക്കുന്ന ആളുകൾ അധികം ഓവർ ടൈം എടുത്ത് ജോലി ചെയ്തതിനു ശേഷം പിന്നീട് വിദൂരങ്ങളിൽ നിന്ന് സൈറ്റിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് തള്ളുമ്പോൾ വീണ്ടും 10 മണിയാകുന്നു. അങ്ങനെ അവിടെ അവർ അന്തി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് എത്ര മണിക്ക് എഴുന്നേൽക്കേണ്ടി വരും അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ? യഥാർത്ഥത്തിൽ ഒരു 2 മണി മുതൽ എഴുന്നേറ്റ് ഓരോരുത്തരും സമയം നിശ്ചയിച്ചുകൊണ്ട് ഉറങ്ങിക്കൊണ്ട് ക്യൂവിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് അവർക്കുള്ളത്. അങ്ങനെയുള്ള ക്യാമ്പുകളിൽ ചെന്നിട്ട് അവരോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവരുടെ മുഖഭാവം കണ്ടാൽ തന്നെ നമുക്ക് സങ്കടം തോന്നും. അവർ സംസാരിക്കുകയില്ല. ഓരോരുത്തരുടെ ചെറിയ ചെറിയ വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ സന്ദർശകരോട് സംസാരിക്കുന്നത് തന്നെ കുറ്റകരമായ കാര്യമാണ്. പക്ഷേ ദുബായിൽ നമുക്കറിയാവുന്നതാണ്, അവിടുത്തെ തൊഴിൽ നിയമം വളരെ ഗംഭീരമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ തൊഴിൽ നിയമം ഒന്നും നടപ്പിലാക്കാൻ ഒരിക്കലും തന്നെ പ്രവാസികൾക്ക് സാധ്യമല്ല, അതിലിടപെടാൻ സാധ്യമല്ല. പലപ്പോഴും മനുഷ്യാവകാശ സംഘടനകൾ ഇടപെടാൻ വേണ്ടി ശ്രമിച്ചാലും അത് അതിന്റെ യഥാർത്ഥമായ റൂട്ടിലൂടെ പരിഹരിക്കപ്പെടുന്നില്ല. ജയിലിൽ എത്തിയതിനു ശേഷമോ മറ്റു വല്ല ട്രാപ്പുകളിൽ വീണതിനു ശേഷമോ അത് കേട്ടറിഞ്ഞുകൊണ്ട് പത്രങ്ങളിലോ മറ്റോ വരുമ്പോൾ അത് കേട്ടറിഞ്ഞ് ചില സന്നദ്ധ സംഘടനകൾ മുൻകൈ എടുത്തുകൊണ്ട് ചില രക്ഷപ്പെടുത്തലുകൾ നടത്തുന്നു എന്നുള്ളതാണ്. അത്രമാത്രമേ ഈ കാര്യത്തിൽ പലപ്പോഴും സാധിക്കുന്നുള്ളൂ. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ തൊഴിൽ രംഗത്ത് നമ്മുടെ പ്രവാസികളായ മലയാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഗവൺമെന്റുകളുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഒരു സഹായം ഈ രംഗത്ത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഉഭയകക്ഷി കരാറുകൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ നമ്മുടെ ഒരുപാട് മന്ത്രിമാർ ഉൾപ്പെടെ പല രാജ്യങ്ങളിലേക്കും പറന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയധികം വരുമാനം നേടിത്തരുന്ന നമ്മുടെ ഗൾഫ് നാടുകളിലേക്ക് എത്ര പോകുന്നു? ധാരാളം അവർ പോകുന്നുണ്ട്. പക്ഷെ അവർ പോകുന്നതൊന്നും അവിടെയുള്ള ഗവൺമെന്റുമായുള്ള ഉഭയകക്ഷി കരാറുകൾക്ക് വേണ്ടിയോ അവരെ സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ടോ നമ്മുടെ രാജ്യത്തുള്ള പ്രവാസികളുടെ സുരക്ഷിതത്വവുമായി സംസാരിക്കുന്നതിന് വേണ്ടിയോ അല്ല അവർ പോകുന്നത്. ഖത്തറിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും, അവർ ഇവിടെ ഒരുപാട് മന്ത്രിമാർ, കേരളത്തിലുള്ള ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും 2 പക്ഷത്തുമുള്ള ഒരുപാട് മന്ത്രിമാരും MLA മാരും ഈ അടുത്ത് ദോഹയിൽ വന്നിരുന്നു. ഒരു അന്താരാഷ്ട്ര മലയാളി സമ്മേളനം നടന്നു. എന്തായിരുന്നു അന്താരാഷ്ട്ര മലയാളി സമ്മേളനം? ആ അന്താരാഷ്ട്ര മലയാളി സമ്മേളനത്തിൽ സാധാരണക്കാരന് പ്രവേശനം നിഷേധിച്ചിരുന്നു. അവിടെ സാധാരണക്കാർക്ക് പ്രവേശനമില്ല. പ്രത്യേകമായി നേരത്തെ അവർ അനുവാദം നൽകുന്ന VIP-കൾ എന്ന് പറയുന്ന ഉന്നത ശമ്പളം വാങ്ങുന്ന ഏതാനും ചില ആളുകൾക്ക് മാത്രം പെർമിഷൻ കൊടുക്കുന്ന ഒരു അന്താരാഷ്ട്ര മലയാളി സമ്മേളനം നടത്തിയപ്പോൾ ഒരുപാട് MLA മാര് വന്നു, നമ്മുടെ ഇപ്പോഴത്തെ കുറെ മന്ത്രിമാർ വന്നു. അവരൊക്കെ വലിയ വായിൽ പ്രസംഗിച്ചിട്ട് അവിടുന്ന് പോന്നു. യഥാർത്ഥത്തിലുള്ള പ്രവാസികളുടെ 70% വരുന്ന പ്രവാസികളുടെ ഒരു പ്രതിനിധിയെയും അവർ കണ്ടിട്ടില്ല, അവർ സംസാരിച്ചിട്ടില്ല. അതേപോലെ വേറെ ചില ആളുകൾ അവർക്ക് കിട്ടുന്ന അംഗീകാരങ്ങളെ ഒന്നുകൂടി സമൂഹത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരെ പുകഴ്ത്തുന്നതിന് വേണ്ടി, അവരെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടി ചില സമ്പന്നർ, ചില പണച്ചാക്കുകൾ ചില പരിപാടികൾ നടത്തുന്നു. ആ പരിപാടികളിലേക്ക് MP-മാരും MLA മാരും മന്ത്രിമാരും വരുന്നു. എന്നിട്ട് അവർ ഇവരെ പുകഴ്ത്തിക്കൊണ്ട് പ്രസംഗിക്കുന്നു, അവർ മടങ്ങിപ്പോകുന്നു. പിന്നീട് അവിടെ കുറെ സംഘടനകൾ ഉണ്ട്, അതൊക്കെയും ഇവരുടെ പോഷക സംഘടനകളാണ്. അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യം എവിടെയെങ്കിലും ചർച്ചകൾ നടത്തിയാൽ അവിടെ ഒന്ന് ആകെ കൂടി പ്രവാസിയുടെ വോട്ടിനെ കുറിച്ച് സംസാരിക്കുക, 2 കൂട്ടരും ആരാണ് പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് എന്നതിനെ കുറിച്ച് തർക്കിക്കുക. യഥാർത്ഥത്തിൽ പ്രവാസി അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ മർമ്മങ്ങളിൽ തൊട്ടുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ നേതാക്കളെയോ രാഷ്ട്രീയ പാർട്ടികളെയോ ഒന്ന് അവരൊരു സമ്മർദ്ദം ചെലുത്തുവാൻ തങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ഒന്നും തന്നെ പ്രയോജനപ്പെടുത്താതെ കേവലം ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ വിഷയങ്ങളെ കൊണ്ടുപോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഇന്ത്യ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രവാസികാര്യ മന്ത്രി 2 UAE-യുമായിട്ടും അതേപോലെ തന്നെ 2007 ഏപ്രിലിൽ ഇന്ത്യയും കുവൈത്തുമായിട്ടും ഒരു കരാറിൽ
ഏർപ്പെടുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കരാറുകളെ കുറിച്ച് 2010 വേൾഡ് എക്കണോമിക് ഫോറം പറഞ്ഞത് ഈ ലേബർ മൊബിലിറ്റി എഗ്രിമെന്റുകൾ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നു. അത് പ്രവാസിക്ക് ഗുണം ചെയ്യുന്നു, ജോലി ചെയ്യുന്ന ആൾക്ക് ഗുണം ചെയ്യുന്നു, ജോലി ചെയ്യുന്ന രാഷ്ട്രത്തിന് ഗുണം ചെയ്യുന്നു, ജോലിക്ക് വേണ്ടി ആളുകളെ നിയോഗിക്കുന്ന രാഷ്ട്രങ്ങൾക്ക് അത് ഗുണം ചെയ്യുന്നു എന്നൊക്കെ പറയുകയുണ്ടായി. പക്ഷേ നമ്മൾ നമ്മുടെ എഗ്രിമെന്റുകൾ എടുത്ത് പരിശോധിച്ചാൽ 2007 ഏപ്രിൽ 10 ഇന്ത്യയും കുവൈത്തും തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടായി. ബഹുമാനനായ വയലാർ രവിയും ഷെയ്ഖ് സബാഹും തമ്മിൽ നടന്ന, അവരുടെ സാമൂഹ്യ തൊഴിൽ മന്ത്രിയും തമ്മിൽ നടന്ന ആ കരാറിന്റെ ഉള്ളടക്കം പരിശോധിച്ചാലും 2008 ഡിസംബർ 13 അതേപോലെ തന്നെ ബഹുമാനായ വയലാർ രവിയും ഡോക്ടർ അലി ബിൻ അബ്ദുള്ള അഥവാ UAE തൊഴിൽ മന്ത്രിയും തമ്മിൽ നടന്ന കരാറുകളുടെയും ഉള്ളടക്കം പരിശോധിച്ചാൽ ആകെ കൂടി അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ പ്രവാസികൾ, ഇന്ത്യക്കാരായ പ്രവാസികളുടെ തൊഴിൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സൗഹൃദപരമായി പരിഹരിക്കുമെന്നും അത് കോടതി മുഖേന പരിഹരിക്കുമെന്ന, ഇവരാരും ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും സാധാരണ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ആ അഗ്രിമെന്റിന്റെ ഉള്ളടക്കമായിട്ടുള്ളത്. അതിനപ്പുറത്ത് ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ട് ഉഭയകക്ഷി കരാറിലൂടെ നമ്മുടെ രാജ്യത്തിന് ഇത്രമാത്രം വരുമാനം നേടിത്തരുന്ന ഒരു സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി യഥാർത്ഥത്തിൽ വളരെ പോസിറ്റീവായ, നിർമ്മാണാത്മകമായ, രചനാത്മകമായ ഒരു സ്റ്റെപ്പും നമ്മുടെ ഗവൺമെന്റുകൾ എടുത്തിട്ടില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാവുന്നതാണ്. അതേ സന്ദർഭത്തിൽ നന്നായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ പ്രവാസികളെ പിരിക്കാനും പിഴിഞ്ഞെടുക്കാനും വേണ്ടിയിട്ട് ധാരാളമായിട്ട് സംഘടനകൾ വരുന്നുണ്ട്, അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ വരുന്നുണ്ട്, മന്ത്രിമാർ വരുന്നുണ്ട്. ഓരോ ചാനലുകൾക്കും വേണ്ടി നമുക്കറിയാമല്ലോ, ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ നേതൃത്വത്തിൽ പല ചാനലുകൾക്ക് വന്നപ്പോൾ കോടികളാണ് അവിടുന്ന് തിരിച്ചു കൊണ്ടുവന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയും എന്നാൽ ഇവരുടെ ഈ മറുവശത്തെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അവരുടെ നിശബ്ദതകളിലേക്കും മൗനങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലാനോ അവരുടെ വിയർപ്പിന്റെ ഗന്ധത്തെ ഒന്ന് അനുഭവിച്ചു നോക്കുവാനോ യഥാർത്ഥത്തിൽ ആരും തയ്യാറാവാറില്ല. എല്ലാവരെയും സുഖിപ്പിക്കുകയും അത് ആസ്വദിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഡാറ്റകളും കണക്കുകളൊക്കെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് വളരെ സമയം അവസാനിച്ചതുകൊണ്ട് ചില നിർദ്ദേശങ്ങൾ മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഗൾഫിൽ നിയമസഹായം ആവശ്യമായ പ്രവാസികൾക്ക് സർക്കാർ തലത്തിൽ അത് ലഭ്യമാക്കാൻ സംവിധാനം ഒരുക്കുക. ഗൾഫിൽ നിയമസഹായത്തിന് സർക്കാർ തലത്തിൽ സംവിധാനം ഉണ്ടാക്കുക. ഇപ്പോൾ നടന്നു വരുന്ന സൗജന്യ സേവനം ഫലപ്രദമല്ല. ചില സൗജന്യ സേവനങ്ങൾ ഉണ്ട്, പക്ഷെ അത് ഫലപ്രദമല്ല. എംബസിയുമായി സഹകരിച്ചുകൊണ്ട് പല സന്നദ്ധ സംഘടനകളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോരാ, നോർക്കയുടെ നേതൃത്വത്തിൽ പ്രീ ഡിപ്പാർട്ടേഷൻ ഓറിയന്റേഷൻ പ്രോഗ്രാം നടത്തുകയും പഞ്ചായത്ത് തലത്തിൽ ഇത് പൂർത്തിയാക്കിയവർക്ക് മാത്രം ആദ്യ വിദേശ യാത്രാനുമതി നൽകുകയും ചെയ്യുക. യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്തിന്റെ നിയമങ്ങളും അനുബന്ധങ്ങളുമാണ് ഇത്തരം സെഷനുകളിൽ ഉൾപ്പെടുത്തേണ്ടത്. പ്രീ ഡിപ്പാർച്ചർ ഓറിയന്റേഷൻ കോഴ്സ് ചുരുങ്ങിയത് ജില്ലാതലത്തിലെങ്കിലും നടത്തുകയും അതിൽ പങ്കെടുത്തതിനുള്ള സർട്ടിഫിക്കറ്റ് പുതിയ വിസകൾക്ക് വിദേശത്തേക്ക് തൊഴിലിന് പോകുന്നവർക്ക് നിർബന്ധ രേഖയാക്കി മാറ്റുകയും ചെയ്യുക. ഗൾഫിൽ ഭരണകൂടങ്ങളുമായി ഇന്ത്യൻ തൊഴിലാളികൾക്ക് അടിസ്ഥാന അവകാശങ്ങളും മൗലിക സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്നതിനുള്ള നിയമപ്രാബല്യമുള്ള കരാറുകൾ ഒപ്പുവെക്കുക. ഗൾഫിലെ ഭരണകൂടങ്ങളുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്നതിനുള്ള പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുക. യോഗ്യരായ പ്രവാസികളെ ഇന്ത്യൻ തൊഴിൽ മേഖലയിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായി ഗൾഫിൽ PSC പരീക്ഷാ സെന്ററുകൾ അനുവദിക്കുകയും ഇന്ത്യയിലെ തൊഴിലവസരങ്ങൾ പ്രവാസികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക. പ്രവാസികളും മൂവ്മെന്റ് ഡാറ്റാബേസ് എപ്പോഴും പുതുക്കി സൂക്ഷിക്കുക. മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ഹോം, മിനിസ്ട്രി ഓഫ് ഓവർസീസ് ഇന്ത്യൻ അഫയേഴ്സ് എന്നിവ തമ്മിലുള്ള കോർഡിനേഷൻ മെച്ചപ്പെടുത്തുക. പ്രവാസികളുടെ അവകാശ സംരക്ഷണവും തൊഴിലവസരങ്ങൾ കണ്ടെത്തി ഉപയോഗപ്പെടുത്താനും സംവിധാനം ഉണ്ടാക്കുക. ഇന്ത്യൻ ഭരണകൂടം എടുക്കുന്ന ദേശീയ അന്തർദേശീയ തീരുമാനങ്ങളിൽ ഗൾഫ് മേഖലയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരുടെ സുരക്ഷയും അഭിവൃദ്ധിയും പരിഗണിക്കുക. വ്യാജ റിക്രൂട്ട്മെന്റുകളും അവകാശ നിഷേധങ്ങളും വരുത്താൻ ഇടവരുത്തുന്ന ഏജൻസികൾക്കും വ്യക്തികൾക്കുമെതിരെ ഇന്ത്യയിൽ തന്നെ നിയമന നടപടികളെടുക്കാൻ സൗകര്യമുണ്ടാക്കുക. അതിന് സർക്കാർ സഹായം നൽകുക. പ്രവാസികളുടെ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി IG റാങ്കിലുള്ള ഒരു പോലീസ് മേധാവിയുടെ കീഴിൽ പ്രവാസി പോലീസ് സ്റ്റേഷൻ പഞ്ചാബിലുള്ളതുപോലെ സ്ഥാപിക്കുക. ഇന്ത്യൻ എംബസികളും കോൺസുലേറ്റുകളും ഇന്ത്യൻ പ്രവാസികളുടെ അവകാശ സംരക്ഷണ വിഷയങ്ങളിൽ ഇടപെടാനുള്ള അധികാരവും സൗകര്യവും ഏർപ്പെടുത്തുക. യോഗ്യരായ ഇന്ത്യൻ തൊഴിൽ മേഖലയിലേക്ക് ആകർഷിക്കുന്നതിന് ഗൾഫിൽ PSC പരീക്ഷാ സെന്ററുകൾ അനുവദിക്കുകയും തൊഴിലവസരങ്ങൾ പ്രവാസികൾക്ക് വയസ്സിളവ് അനുവദിക്കുകയും ചെയ്യുക. തൊഴിലവസരങ്ങൾ യഥാസമയം അറിയിക്കാൻ
സംവിധാനം ഉണ്ടാക്കുക. ഇത് സമാപിക്കുകയാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായും പ്രവാസികൾ അവരുടെ അധ്വാന പരിശ്രമങ്ങൾ നമ്മുടെ നാടിനെയും നമ്മെയും അഭിവൃദ്ധിപ്പെടുത്തുന്നതിൽ വലുതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അവർ പ്രകടിപ്പിക്കുന്ന ആർഭാടമല്ല, അതിനപ്പുറത്ത് അതിന്റെ മൗനങ്ങളിൽ അവരനുഭവിക്കുന്ന കൊടിയ ദുഃഖങ്ങളെ വായിച്ചെടുത്തുകൊണ്ട് നമ്മളാലാവുന്ന പിന്തുണയും സപ്പോർട്ടും അവർക്ക് കൊടുക്കുന്നതോടൊപ്പം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ ഈ വരുമാനത്തെ പ്രയോജനപ്പെടുത്തുന്നതിന് ക്രിയാത്മകമായ വഴിയിലേക്ക് ഈ വരുമാനത്തെ തിരിച്ചുവിടുന്നതിനും നമ്മുടെ പ്രവാസികളുടെ ജോലി സ്ഥലത്ത് അവരെ വിദഗ്ധന്മാരാക്കി മാറ്റിയെടുക്കുന്നതിനുമുള്ള എല്ലാവിധ സംവിധാനങ്ങളും തീർച്ചയായും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. നമ്മെ ശക്തിപ്പെടുത്തുന്ന പ്രവാസികളുടെ എല്ലാ ദുഃഖങ്ങളിലും പങ്കുചേരാനും അതിൽ അവരോട് അനുഭാവം പുലർത്താനും നമുക്ക് കഴിയണം. അത്തറിന്റെ മണം മാത്രമല്ല, വിയർപ്പിന്റെ ഗന്ധം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ അവരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാൻ നമുക്ക് കഴിയും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.